അങ്ങനെ ബീഫ് മാത്രമായിട്ട് കൊടുത്തോണ്ട എന്റെ കുഞ്ഞിന് 2 പൊറോട്ടയും കൂടി ഇട്ട് കൊടുത്തേ. അവള് കഴിക്കും, അടങ്ങിയിരുന്ന അവള് കഴിക്കും. അവള് കേരളത്തിൽ നിന്നുള്ള ആണെങ്കിൽ അവള് കഴിക്കും. ഈ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ ഒക്കെ കൂടി തമ്മിൽ തല്ലിക്കാനായിട്ട് ഓരോ തന്തയില്ലാത്തമാർ ഓരോ സിനിമ ഇറക്കി വിടും, 1, 2 എന്നൊക്കെ പറഞ്ഞ്. എല്ലാരും പോയി കാണുന്ന ഈ ഒരു സിനിമ. നമുക്ക് ഒരു ബീഫ് കറിയും മേടിച്ചുകൊണ്ട് പോയിട്ട് വേണം ഈ സിനിമ. ഒരു ബീഫ് ഫെസ്റ്റ് തന്നെ നടത്തണം ഈ സിനിമ ഇറങ്ങുന്ന ദിവസം. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കാണുമ്പം പൊട്ടുന്നവരൊക്കെ ഉണ്ടായിരിക്കാം, അവിടെ പൊട്ടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഒരു പടത്തിൽ തമ്മിൽ തല്ലിക്കുക ചുമ്മാ തിന്നും. ശരിക്കും ഈ ബീഫ് വായ പെണ്ണില്ലേ, ഇവക്കടക്ക് ഈ എജണ്ട ഉണ്ടാവില്ല. ഇവളിതിൽ അഭിനയിക്കണമെങ്കിൽ ഇവക്കടക്ക് ഈ ചിന്ത ഉണ്ടാവില്ല, ഈ വിഷം കുത്താനുള്ള. അല്ല, നല്ല പൈസ ഇവലും ഈ കുത്തി വായിൽ ഇട്ട് കൊടുക്കുന്ന നോക്കും ഈ ഏജന്റ് ഉണ്ടാവും, ആ വായിൽ വാങ്ങി നോക്കും ആ ഏജന്റ് ഉണ്ടാവും. ഉറപ്പാ ഇവരെല്ലാം ഇതിന് ഈ വിഷത്തിന് വേണ്ടി കൂട്ടുകൂടിയത് ഇവര്. മനസ്സിലായി, വിഷം തുപ്പാൻ വേണ്ടി കൂട്ടുകൂടിയത്. കാര്യം പറയാ, അല്ലാണ്ട് എനക്ക് വന്നില്ല ആ സിനിമയിൽ എന്താ കഥയെല്ലാം. പിന്നെ